അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസഫ്. ഞാൻ കോതമംഗലം രൂപതയിൽ നിന്ന് വരുന്നു, കോതമംഗലം കോട്ടപ്പടി. എനിക്കൊരു സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. ഞാൻ 1 വർഷമായിട്ട് സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. 24/6/2024 ഞാൻ ഉടമ്പടി എടുത്തതാണ്. അന്ന് ആദ്യം നിയോഗം വെച്ചത് സ്ഥലം വിൽപ്പനയുടെ കാര്യമായിരുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു 8.5 സെൻറ്റ് സ്ഥലം വിൽക്കാൻ സാധിച്ചു. മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും സ്ഥലത്തിന് ചുറ്റും പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കാശുരൂപം അവിടെ പറമ്പിൽ ഒഴിച്ചു വെക്കുകയും ചെയ്തു. പിന്നീട് സ്ഥലം വിൽപ്പന നടന്നു. ഒരു 8.5 സെൻറ്റ് വിൽക്കാൻ പറ്റി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉടമ്പടിയിൽ രണ്ടാമതായിട്ട് ഞാനൊരു മക്കൾക്കൊരു വീട് വാങ്ങിക്കാനായിട്ട് വീണ്ടും പ്രാർത്ഥിച്ച് എന്നും പ്രാർത്ഥന കൊന്തയും മുടങ്ങാണ്ട് പ്രസിഡന്റ് പ്രാർത്ഥനയും സഹാന പ്രാർത്ഥനയൊക്കെ കൃത്യമായിട്ട് ചൊല്ലി പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പും തൈലവും വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ പോയി ഒരു വീട് കണ്ടു. ആ വീട് കണ്ടതിന് ശേഷം ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. അത് കഴിഞ്ഞ് 72ാമത്തെ ദിവസം ഞാൻ ഈ ഉടമ്പടിയിൽ വന്നതിൻ്റെ തലേ ദിവസം പോയി ആ വീട് കണ്ടിട്ട് വന്നിട്ട് 72ാമത്തെ ദിവസം ആ വീട് ഞാൻ ചോദിച്ച് അവർ പറഞ്ഞ ഒരു പൈസക്കാലൊരു 7 ലക്ഷം രൂപ താത്തി എനിക്ക് അമ്മ മാതാവ് വാങ്ങിച്ചു തന്നു. അമ്മയ്ക്ക് നിരക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നീട് ഞാൻ വിൽക്കാൻ ചേർന്ന സ്ഥലത്തിൻ്റെ ബാക്കി ഒരു 14 സെൻറ്റ് സ്ഥലം കൂടെ ഉണ്ടായിരുന്നു. ആ സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ട് ആരും വന്ന് തിരിഞ്ഞു നോക്കുള്ള വില കുറച്ചേ പറയുന്നുണ്ടായുള്ളൂ. പിന്നെ ഞാൻ അമ്മയുടെ ഉപ്പും തൈലവും പ്രാർത്ഥിച്ച് ശതമാനം ചൊല്ലി മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പോൾ ഈ 13/1/2025 ആ സ്ഥലത്തിൻ്റെ വിൽപ്പനയും കൂടെ നടന്നു കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മോൻ ഓസ്ട്രേലിയയിലാണ്. മോനൊരു ക്രിസ്മസിൻ്റെ സമയത്ത് ഒരു ട്രിപ്പ് പോയതാണ്. വണ്ടി ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ മോളും മോനും കൂടെ പോയി സീറ്റ് ബെൽറ്റ് ഇടാൻ ഇട്ടത് ഒരു ചെരിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഈ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇവർ പോകുന്ന വഴിക്ക് 3 സ്ഥലത്ത് ക്യാമറയിൽ പതിഞ്ഞു. അങ്ങനെ $1200 അടയ്ക്കണമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ പോയിൻ്റ് അവിടുത്തെ ഡിമ്മർ പോയിൻ്റ് എന്ന് പറഞ്ഞു ഇവിടുത്തെ പോലെ പൈസയൊന്നും കൊടുത്താൽ തീരുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ അവർ വിളിച്ചേച്ച് പറഞ്ഞു അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് എന്തൊരു കുമാരനും മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ എൻ്റെ ലൈസൻസ് കട്ടാവും. അങ്ങനെ പറഞ്ഞ് അത് അമ്മ മാതാവ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വന്നതിന് ശേഷം ഞാനൊരു ചെറിയൊരു പിഴ കൊടുത്തിട്ട് അത് തീർത്ത് തന്നെ മാതാവെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അതുപോലെ തന്നെ ഒരു $400 മാത്രം പിഴ മാത്രം അടിച്ചിട്ട് ആ ലൈസൻസിനൊരു പ്രശ്നം വരാതെ കാത്തു സൂക്ഷിച്ചു. പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയാനായിട്ട് ഞാൻ അനാശാലകൾ സന്ദർശിക്കാൻ പോയിരുന്നു. മനോരോഗികളായ ഒരു 2 സ്ഥലത്തായിട്ട് ഒരു സ്ഥലത്ത് ഒരു 220 പേരുണ്ടായിരുന്നു. അവർക്ക് ഞാൻ സ്വന്തം ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുപോയി 220 പേർക്ക് ഭക്ഷണം അവിടെ വിളമ്പി കൊടുത്തു. പിന്നെ ഒരു സ്ഥലത്ത് ഒരു 60 പേരുണ്ടായിരുന്നു. 60 പേർക്ക് ഞാൻ ഇതുപോലെ തന്നെ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തു. പിന്നെ പള്ളികളിൽ ഞങ്ങളുടെ അടുത്ത പള്ളിയില്ലാത്ത ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ ശനി ഞായർ മാത്രമേ കുർബാനയ്ക്ക് പോകാറുള്ളൂ. എല്ലാ ദിവസവും പ്രാർത്ഥനയിലൊന്നും കൃത്യമായിട്ട് ഒന്നും മുടക്കാൻ പറ്റില്ല. കൊന്തയൊക്കെ ചിലപ്പോൾ കുർബാന കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കുർബാനയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കൊന്തയിൽ വൈകുന്നേരം ചിലപ്പോൾ വേണ്ടാന്ന് വയ്ക്കായിരുന്നു. ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഒരു ദിവസം പോലും പ്രാർത്ഥനയോ കുർബാനയോ പ്രാർത്ഥനയോ കൊന്തയൊന്നും മുടങ്ങിയിട്ടില്ല. ഒരു സമയത്ത് പോലും മുടങ്ങിയിട്ടില്ല. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും മാതാവിനോട് ഉപേക്ഷിക്കുകയില്ല. മാതാവ് എല്ലാ കാര്യവും നടത്തിക്കോളും. ഞാൻ എൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ പഠിച്ച് ഇത്രയും വലിയ അനുഗ്രഹം. ഞാൻ എല്ലാ മാസവും ഇവിടെ വരാറുണ്ട്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വട്ടം പേപ്പറെങ്കിലും മേടിച്ചുകൊണ്ട് പോകും. ഞാൻ ഇവിടെ മിക്കവാറും ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ ബൈക്കിന് തന്നെ, അല്ലാത്ത സമയത്ത് കാറിന് വരുമ്പോഴും ഞാൻ പേപ്പർ മേടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോലും കൊടുത്തുകൊണ്ടിരിക്കും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ പേപ്പർ ഏകദേശം തീരാറാവും. അങ്ങനെ ചെയ്തു പോന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാനൊരു ആക്സിഡൻറ്റ് എനിക്കൊരു വീഴ്ച പറ്റി. എങ്ങനെ വീണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ചക്ക വെട്ടിയിട്ട് നിലത്തേക്ക് തലയടിച്ച് ഇവിടെ അടിച്ചാൽ വീണ് ഒരു പോറൽ പോലെ ആയിട്ട് ഞാൻ ഉടമ്പടിയിലായിരുന്നു. അതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാതാവ് എന്നെ രക്ഷിച്ചു. ഞാൻ വിചാരിച്ച് തീർന്നു പോയെന്ന് വെച്ചാൽ സിനിമയിലൊക്കെ പറയും പോലെ കേട്ടിട്ടുള്ളൂ, ഇങ്ങനെ കിളി പോയി എന്നൊക്കെ പറഞ്ഞു. ഇത് നമ്മുടെ കിളി പോയ മാതിരി തന്നെ അത്ര ഇതായിരുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അമ്മയുടെ പ്രതീക്ഷിച്ച സാക്ഷിയായ ഉയർത്തേന് അമ്മയ്ക്ക് തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.